ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോ ഇന്ന് ഞങ്ങൾ ഒരു കണ്ടന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടന്റ് ഒന്നുമില്ല, നല്ല അടിപൊളി കണ്ടന്റ്. എന്തായാലും നമ്മുടെ റോഡ് ഫുള്ള് ശരിയാക്കണം, അതായത് മണ്ണിട്ടിട്ട് ശരിയാക്കണം. അപ്പൊ സൊസൈറ്റിക്ക് ഒരു നല്ല ഹെൽപ്പ് ആകുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ നോട്ടാക്കിട്ട് വന്നിട്ട് എന്തെങ്കിലും അത്ര കുണ്ടുണ്ട്, സോ ആ കുണ്ടിലേക്കെല്ലാം മണ്ണിട്ടിട്ട് ഫുള്ള് സെറ്റ് ആക്കാം. അപ്പോ എല്ലാ കുണ്ട് കവർ ആക്കാൻ കഴിയും തോന്നുന്നില്ല, എന്നാലും കൈയത്ര നോക്കും. അത്ര കുണ്ടുണ്ട് കവർ ആക്കാനാവില്ല, എന്നാലും സെറ്റ് ആക്കാം. അപ്പൊ നമ്മളെ കൂടെ ഇന്നുള്ളത് സൽമാനാണ്, നമ്മളെ സപ്പോർട്ടിന്. സൽമാനെ വിളിച്ചോ വരണം. അപ്പൊ പിന്നെ ആ വീഡിയോ കണ്ടുപോകുക. അപ്പൊ ഈ വീഡിയോ ഫുള്ളായി കാണാം, അപ്പൊ ഫുള്ളായി കാണാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ എന്ത് നോക്കാം. ബൈ ഗൈസ്. അപ്പൊ ഇതാ ഞങ്ങളെ അടുത്ത ഫ്രണ്ട് റെഡിയാണ്. അപ്പൊ അച്ഛനും റെഡിയായി. ടൂൾസ് റെഡി. അപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ സൽമാനെ വിളിച്ചു പറഞ്ഞാലോ അച്ചു. അപ്പൊ സൽമാന്റെ പേര് കുറച്ചിടുന്ന് പോണു. അപ്പൊ ഞങ്ങൾ സൽമാനെ വിളിച്ചു വരാം. അപ്പൊ നമ്മളെ സൽമാനും കിട്ടി, ഫുള്ള് ഹെൽപ്പിന് സൽമാനും ഉണ്ട് ഇന്ന്. അപ്പൊ അച്ചു പോലെ ഇഷ്ടമല്ല റെഡി ആയിട്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾക്ക് ഇതാ ഇങ്ങനത്തെ കുണ്ടാണ് മെയിൻ പ്രോബ്ലം, അതായത് 2 വീലേഴ്സൊക്കെയല്ലോ നൈറ്റ് എല്ലാം സ്പീഡിലുണ്ടാകുമ്പോ കാണല. ഇതാണ് ഗൈസ് ഞങ്ങളെ റോഡ്. വീടാണ് ഇപ്പോ തുടങ്ങുന്ന ഫസ്റ്റിക്ക്. ചെറുത് വലുത് എല്ലാം ഉണ്ട് ഇവിടെ. സോ വീടിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുണ്ട് മണ്ണിടാൻ. അപ്പോൾ വീടിന് തുടങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ പൊരണ്ടടുത്തോളം ചെല്ലെങ്കിൽ കുറച്ചോ ടൗണോളല്ല, ഒരു ജസ്റ്റ് പബ്ലിക് ചാലഞ്ച്. അപ്പൊ ഞങ്ങൾക്കുണ്ടല്ലോ, എനിക്ക് മുമ്പ് ഒരു ചാലഞ്ച് വന്നിട്ടുണ്ടായിരുന്നു, അതായത് പബ്ലിക് ചാലഞ്ച്. അപ്പോൾ ലൈക്ക് ഇപ്പൊ ഞങ്ങൾ ഒരു ചാലഞ്ച് എടുക്കുന്നത്, ഞങ്ങൾ വീടിന് ആടത്തോളില്ല കുണ്ടൊക്കെ ഞങ്ങൾ ഒരു ഏകദേശം ക്ലിയർ ആക്കും മണ്ണിട്ടിട്ട്. അല്ല വീടിന് നമ്മളെ വീടിന്റെ അടുത്തുള്ളത് കഴിഞ്ഞത്രയുമോ ട്രൈ ആക്കും. അപ്പൊ വീടിന് തന്നെ കുറച്ചൊക്കെ കൊണ്ട് സ്റ്റാർട്ടാണ്. ലൈക്ക് ഇപ്പൊ കാവ് ടു വരുന്ന റോഡിലാണ് വീട് കുറച്ചൊക്കെ ഉണ്ടുള്ളു. അപ്പൊ ഇതിനെ ഏകദേശം ഞങ്ങൾക്ക് ക്ലിയർ ആക്കാം, നോക്കാം ഇൻഷാല്ലാ. 2K സബ് ആയതുകൊണ്ട് എല്ലാവരും ഗീവ് അവേ അല്ലേ ചോദിച്ചു. ഞാൻ ഇപ്പൊ ഗീവ് അവേ കൊടുത്തെങ്കിൽ ആർക്കും ഒരുത്തന് കിട്ടുന്നത്. ബട്ട് ഇങ്ങനത്തെ ഞങ്ങൾക്ക് ഒരു എല്ലാവർക്കും പോകുന്നവർക്കും വരുന്നവർക്കും നല്ല കുറച്ചായെങ്കിൽ ഒരു ഉപകാരമായിട്ട് ഉണ്ടാവും. അതെ, 2 വീലേഴ്സിനൊക്കെ നല്ല ഉപകാരം. എന്തായാലും നൈറ്റ് പോകുമ്പോൾ ഇതിന് ഭയങ്കര പ്രോബ്ലം പറയുന്നത്. ഇപ്പൊ ഈലായിട്ട് ഇങ്ങനെ വരുന്ന പോലെ ഉണ്ടാവും, മനസ്സിലായോ? അതിലൊരു കറക്റ്റ് വരാൻ പോലൊന്നുമില്ല. അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ഹെവി വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് വരുന്നു. സോ ഇതിൽ ഒരു പ്രശ്നമല്ല, നമ്മളൊക്കെ സൽമാൻ ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലേ. അതായതുകൊണ്ട് എല്ലാം സെറ്റ് ആക്കാം. കുറച്ച് എന്തെല്ലാം എടുത്തോണ്ട് ഞങ്ങളൊരു സേഫ്റ്റി അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഈ വീഡിയോ പബ്ലിഷ് ആക്കിയിട്ടാകുമ്പോ കുറച്ച് ആൾക്കാരല്ല ചൊല്ലും, അതായത് ഞങ്ങൾ വീഡിയോത്തേക്ക് വേണ്ടിട്ട് ആക്കുന്നതെന്ന്. വീഡിയോത്തേക്ക് വേണ്ടിട്ട് അല്ലാന്ന് ഞങ്ങൾ ചെന്നില്ല, വീഡിയോത്തേക്ക് തന്നെ പിന്നെ ആൾക്കാർക്ക് ഒരു ഉപകാരം പകരമായിട്ട് നമ്മൾ ഇതാക്കുന്നത്. ഇത് എല്ലാവർക്കും ഒരു ഉപകാരം. സോ ഇനി നമ്മൾ ചടങ്ങിലേക്ക് പോവാം. കൈക്കോട്ടും എല്ലാം സെറ്റ് ഉണ്ട് ഇവിടെ. അപ്പോ ഇപ്പോ ഫില്ലാക്കണം, ആടൊന്ന് ഫില്ലാക്കി ഞങ്ങൾ അതായത് നൈസായിട്ടായി. ഇപ്പോ അതിനൊപ്പം സെറ്റപ്പ് ആക്കാനുണ്ട്. ഫസ്റ്റ് ഈടെ മണ്ണ് ഇടുവോ കുറച്ചോ അല്ല, ഒരു സൈഡിൽ നിന്ന് കുറച്ച് മണ്ണ് എടുക്കാം. അപ്പോ ആർക്കും ഉപദ്രവനില്ല. ഫസ്റ്റ് മണ്ണിട്ടോ, കുറച്ചിട്ടാ മതി. ഷഫീദും സൽമാനല്ല കഠിനാധ്വാനത്തിൽ നിന്ന് മണ്ണെല്ലാം എടുത്തുകൊണ്ട് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഇപ്പൊ ഭയങ്കര വെയില് ഇപ്പൊ. അച്ചോ പണിയല്ലോ ഒക്കെ വെയിൽ എങ്ങനെയുണ്ട്? വെയിൽ അതൊരു കാര്യമല്ല, നമുക്ക് എല്ലാവരും സേഫ്റ്റിയാണ് മുഖ്യം. സൈഡിൽ ട്രാവൽ നടത്തുന്ന ആൾക്കാർക്ക് ആക്കിയ പിന്നെ ഹെൽപ്പ് ആയെങ്കിൽ ഒന്ന് കമന്റ് ഇടുക ഗൈസ്. ഇൻഷാല്ലാ കോൺക്രീറ്റ് ആക്കാം. നിങ്ങൾ ഒരു 1 മില്യൺ സബ്ബല്ലാക്കി തരും. ഈടെ പാതി പ്രശ്നവും നമ്മൾ സോൾവ് ആക്കിയതാ. ഈടവും മണ്ണിട്ട് ആടവും മണ്ണിട്ട്. നമ്മൾ ഇപ്പൊ എന്ത് പരിപാടി അല്ലെങ്കിൽ നമുക്ക് ഒരു പബ്ലിക് ആൾക്കാരെ ഒരു ടോക്ക് വേണം, എന്തെങ്കിലും പബ്ലിക് ഇത് വേണമല്ലോ. ബിസിക്കോ നാളെ ഒരു മാറ്റർ വരാല്ലേ, നമ്മുടെ മണ്ണിട്ട് ആടുത്ത് മണ്ണെടുത്ത് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊന്ന് പബ്ലിക്കിന് ആൾക്കാരെല്ലാം ചോദിക്കാം എങ്ങനെ ഉണ്ട് നോക്കേ.
സൺഡേ അതുകൊണ്ട് കുറച്ച് ഫംഗ്ഷൻ പരിക്കേറ്റ് സൽമാൻ. ഇറ്റ്സ് ഓക്കെ ഷെഫ് ഇത് ബച്ചറ. അപ്പോ ഞാൻ ആടത്തെ പണിയായി ഗൈസ്. അപ്പൊ ഇപ്പൊ കായ കുറച്ചൊക്കെ ഉണ്ട്. ഫുള്ള് കൊണ്ട് ഗൈസ് ഫൈനൽ ഇവിടുത്തെ പരിപാടിയായി. ഇപ്പൊ 2 റോഡായി നമ്മൾ ശരിയാക്കുന്നത്. ഒന്ന് മീത്ത് ഒന്ന് വീട് ശരിയാക്കി ഒന്ന് വീടാക്കി. ഇപ്പൊ വീടാണ് കുറെ കുറെ വണ്ടി സ്പീഡിൽ വരുന്ന ജാഗ ഇതൊരു ടർണ് ഭാഗം. പിന്നെ ആടെ ഒരു ഇത് കട്ട് ഓഫ് ഉണ്ട്. സോ അങ്ങോട്ട് റോഡ് ആടെ മാക്സിമം ഉപദ്രവം. അപ്പൊ ഗൈസ് വീട് ഇത്ര ഇപ്പൊ മണ്ണിട്ട് ക്ലിയർ ആക്കി. അപ്പൊ നെക്സ്റ്റ് ഏരിയ നോക്കാം. നെക്സ്റ്റ് ഏരിയ നോക്കാം. വീട് ഭയങ്കര ടർണ് അതായതുകൊണ്ടാണ് വീട് നമ്മൾ ഇടാൻ ഭയങ്കര ഇതാക്കി. അപ്പൊ ആടത്തെ 2 ക്ലിയർ ആയി. അതായത് കുറച്ച് കുണ്ടല്ല ആടെല്ലാം മണ്ണിട്ട്. അപ്പൊ വീടാണ് നെക്സ്റ്റ് ഞങ്ങൾക്ക് ജാസ്തി കുണ്ടുള്ളത്. അപ്പൊ വീട് മണ്ണിടണം ഞങ്ങൾക്ക്. ഇവിടെ മുന്നേ ഓൾറെഡി ആരും ഇട്ടണി. ഇവിടെ നമുക്ക് എക്സ്ട്രാ മണ്ണിടാൻ എടുക്കാൻ ഓപ്ഷൻ ഇല്ല. സോ ആടെ നോക്കാം. ആടുണ്ടാവും. ആട് നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പൊ ഞങ്ങൾക്ക് ആടെ ഒരു പ്ലേസ് നോക്കി. ആടെ കുറച്ച് കുണ്ടുണ്ട്. മാത്രം ആടെ മണ്ണിടാനായിട്ടില്ല ഞങ്ങൾക്ക്. എന്തായില്ലെങ്കിൽ അവിടെ മണ്ണില്ല. ഞാൻ ഞങ്ങൾ സ്കൂട്ടിയിൽ വന്നത് കൊണ്ട് അങ്ങനെയല്ല മണ്ണ് എടുത്തു പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇപ്പൊ ഇവിടെ വരുമ്പോ ഈ പെട്രോൾ പമ്പില് ഇവിടെ പെട്രോൾ പമ്പില് ഒരു കുണ്ട് കണ്ട് വലിയ കുണ്ട് ഇപ്പൊ മണ്ണിടുന്നത് ഗൈസ്. അപ്പൊ വെയില് ചെല്ലെങ്കിൽ അമ്മാതിരി വെയിലാണ്. അപ്പൊ ഇത് അച്ചു പോലും ഹെൽമെറ്റ് ഇട്ടിട്ട് പണിയെടുത്തോണ്ട് ഗൈസ് ഇതാ ഏകദേശം എനിക്ക് മണ്ണിട്ടുകൊണ്ട് ഇപ്പോ ഫൈനൽ ഇവിടുത്തെ പരിപാടി ആയിക്കൊണ്ട് വന്നു. സൽമാൻ ഭയങ്കര കഠിനാധ്വാനം അല്ലേ. ഇപ്പൊ കൂലി പണിയെടുക്കാൻ നല്ല ചിന്തിക്കണം. നമുക്കിപ്പോ നമ്മൾ കോളേജിന്റെ തായറാ ಆ ಪಣಿಯರ್ಕೊಂಡೆ ಸ್ನೇಹಿತರೆ, ನಾವಿಲ್ಲಿ ರೋಡಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಿರುವಾಗ ನಮಗೆ ಒಂದು ಅಣ್ಣನ ಸಿಕ್ಕಿದ್ರು. ಅವ್ರು ನಮ್ಮ ಮಾತಾಡಿಸಿ ಒಳ್ಳೆ ಸಂತೋಷದಿಂದ ಮಾತಾಡಿದ್ರು. ಅವರ ಮಾತುಗಳು ನಾವು ಕೇಳುವ. ನಿಮಗೆ ಇದನ್ನು ಎಂತ ಅನಿಸ್ತದೆ ಇಂಥ ವಿಷಯ? ಇಂಥ ವಿಷಯ ನಮ್ಮ ಸಮಾಜಕ್ಕೆ ಒಂದು ಒಳ್ಳೆ ಮಾದರಿ ಅಂತ ಹೇಳಬೇಕು. ಯಾಕಂದರೆ ಇಂಥ ಮಕ್ಕಳಿನ್ನು ಇತ್ತಿನ ಈ ಡಿಜಿಟಲ್ ಯುಗದಲ್ಲಿ ಸಿಕ್ಕುವುದೇ ಕಷ್ಟ. ಮೊಬೈಲಲ್ಲಿ ಎಲ್ಲ ನೋಡ್ಕೊಂಡಿರ್ತಾರೆ, ಆಡೋದು. ಅದನ್ನು ನಾವೀಗ ಈ ಮಕ್ಕಳ ಮೂಲಕ ಕಲಿಬೇಕು. ಯಾಕಂದರೆ ಇಂಥ ಕೆಲಸವನ್ನು ಅಷ್ಟು ಬೇಗ ಮಾಡುವುದಿಲ್ಲ. ಇವರು ಯಾವಾಗಲೂ ಕಾಲೇಜಿಗೆ ಹೋಗುವವರು, ಫಿಲಮಿನ ಹಾಗೂ ಉಮ್ರಾ ಕಾಲೇಜಿಗೆ ಹೋಗುವರು. ಅವರಿಗೆ ಇನ್ನೂ ಹೆಚ್ಚಿನ ಭವಿಷ್ಯ ಈ ದೇಶದ ಬಗ್ಗೆ, ಸಮಾಜದ ಬಗ್ಗೆ ಅರಿವು ಮೂಡಲಿ ಅಂತ ನಮ್ಮ ಒಂದು ಭಾವನೆ. ನೀವು ಮಾತಾಡಿಸಿದ ಕಾರಣ ನನಗೆ ಒಂದು ಪ್ರಚೋದನೆ ಆಯಿತು, ಇನ್ನು ಬೇರೆ ಅಲ್ಲಿ ಸಹ ಮಾಡ್ಬೋದಂತ. ನಿಮ್ಮ ಮಾತಾಡಿಸಿ ಒಳ್ಳೆಯದಾಯ್ತು. ಯಾಕೆಂದರೆ ಇಲ್ಲೀಗ ಈ ಗುಂಡಿಗಳಿಗೆ ಬಿದ್ದು ಅದೆಷ್ಟೋ ಜನರ ಪ್ರಾಣ ಹಾನಿ ಆಗ್ತದೆ. ಅದಕ್ಕೆ ಜಾತಿ ಮತ ಭೇದ ಯಾವುದಿಲ್ಲ. ಆದರೂ ಕೂಡ ಈ ಅವರು ಒಂದು ಸಮುದಾಯ, ಮುಸ್ಲಿಂ ಸಮುದಾಯ ಆದರೂ ಕೂಡ ನಮ್ಮ ಒಂದಿಗೆ ಅವರು ಈ ರೋಡು, ಈ ಪಾದಚಾರಿಗಳು ಹಾಗೂ ಬಸ್ ಹೋಗುವವರಿಗೆ ಒಂದು ಅನುಕೂಲ ಆಗುವಂತೆ ಈ ಕೆಲಸವನ್ನು ಮಾಡಿದ್ದಾರೆ. ಇನ್ನೂ ಕೂಡ ಅವರು ಈ ಸಮಾಜದಲ್ಲಿ ಹೆಚ್ಚಿನ ರೀತಿಯಲ್ಲಿ ಅವರು ಇದನ್ನು ಯಶಸ್ಸು ಕಾಣಲಿ. ಇನ್ನೂ ಕೂಡ ಅವರಿಗೆ ಅವರು ನಂಬಿರೋ ದೇವರಂತ ಎಲ್ಲರೂ ಕೂಡ ಮಾದರಿಯಾಗಲಿ. ಇನ್ನೂ ಹೆಚ್ಚಿನ ಶ್ರಮ ಪಡುವಷ್ಟು ಅವರಿಗೆ ಆರೋಗ್ಯ ಭಾಗ್ಯ ಒದಗಿ ಬರಲಿ ಅಂತ ನಾನು ಈ ಮೂಲಕ. ಈಗ ಎಷ್ಟೋ ಮಕ್ಕಳಿಗೆ ಜಾತಿ ಧರ್ಮದ ವಿಷಯದಲ್ಲಿ ಜಗಳಾಡ್ತಾ ಇದ್ದಾರೆ. ಹಾಗೆ ಅದರಲ್ಲಿ ನಿಮಗೆ ನಿಮ್ಮ ಅನಿಸಿಕೆ? ನಮ್ಮ ಅನಿಸಿಕೆ ಅಂದರೆ ಜಾತಿ ಧರ್ಮದ ಬಗ್ಗೆ ಇವರಿಗೆ ಹಾಗೆ ಇಲ್ಲ ಅಂತ ಕಾಣ್ತಾರೆ. ಅದಕ್ಕೋಸ್ಕರ ಇವರು ಈಗ ನಮ್ಮ ದೇಶ, ನಮ್ಮ ಸಮಾಜ ಅಂತ ಹೇಳಿ ಈ ರೋಡಿನ ಕೆಲಸಕ್ಕೆ ಇಳಿದಿದೆ. ಅವರಿಗೆ ನನ್ನ ಹೃದಯದ ಧನ್ಯವಾದ. ಯಾಕಂದರೆ ನಾನೊಬ್ಬ ಕೂಲಿ ಕಾರ್ಮಿಕ. ಅದು ಕೂಡ ನಮಗೆ ಸಹ ಕೂಡ ಮಾನವೀಯತೆ, ಮನುಷ್ಯತ್ವ ಇದ್ದರೆ ಕೂಡ ನಮ್ಮ ದೇಶವನ್ನು ಕಟ್ಬೋದು, ಸಮಾಜವನ್ನು ಕಟ್ಬೋದು. ಅದೊಂದು ಇವರು ಈಗ ಮಾದರಿಯಾಗಿದ್ದಾರೆ. ಅದೊಂದು ಹೇಳಲಿಕ್ಕೆ ಸಂತೋಷ. ನಾನು ಹೋಗುವಾಗ 2 ಸಾರಿ ನೋಡಿದ್ದೇನೆ. ಮತ್ತು ಅವರ ಕೆಲಸ ನೋಡ್ತೀನಿ, ನನಗೆ ಬೇಸರಾಗಿ ಮಾತಾಡಲಿಕ್ಕೆ ನಿಂತೆ ಅಷ್ಟೇ. ಬೆಸ್ಟ್ ಆಫ್ ಲಕ್. ಇದು ಸಹ ಹೆಚ್ಚಿನ ಸಂಖ್ಯೆಯಲ್ಲಿ ನೀವು ಈ ಕೆಲಸವನ್ನು ಮಾಡಿ ಈ ಸಮಾಜಕ್ಕೆ ಮಾದರಿಯಾಗಿ, ದೇಶಕ್ಕೆ ಕೂಡ ಮಾದರಿಯಾಗಬೇಕಂತ ನನ್ನ ಅಭಿಪ್ರಾಯ. ನಾವಿಲ್ಲಿ ಕೆಲಸ ಮಾಡೋದನ್ನು ನೋಡಿಲ್ಲ. ನಿಂತು ಈ ಇದು ವೆಹಿಕಲ್ ನಿಂತು ಮಾತಾಡಿಸಿದ್ದು ನೀವು ಮಾತ್ರ ಆಯ್ತಾ? ಹಾಗಾದರೆ ನಮಗೆ ಸಹ ನಮಗೊಂದು ಮಾನವೀಯತೆ ಇದೆ. ಯಾಕೆಂದರೆ ನಮ್ಮ ದೇಶದ ಬಗ್ಗೆ, ಸಮಾಜದ ಬಗ್ಗೆ ಮಾನವೀಯತೆ ಇರುವ ಎಲ್ಲರೂ ಕೂಡ ಇದನ್ನು ನೋಡಿ ಒಂದು ಇಷ್ಟಪಡಬೇಕು ಅಂತ. ಹುಡುಗರು, ಸಣ್ಣ ಪ್ರಾಯದ ಮಕ್ಕಳು ಈ ಕೆಲಸ ಮಾಡ್ತಾರಂತ ಒಂದು ಸಂತೋಷ ಆಗಿ ನಾನು ನಿಲ್ಲಿಸಿದ್ದು. ಯಾಕಂದರೆ ಇದಕ್ಕೆ ನಮ್ಮ ಹಣ ಯಾವುದು ಇಲ್ಲದ್ರೂ ಕೂಡ ನಮ್ಮ ಬೆಂಬಲ ಉಂಟು. ಇಂಥ ಜನಗಳಿಗೆ, ಇಂಥ ಮಕ್ಕಳಿಗೆ ಮುಂದಿನ ಭವಿಷ್ಯದ ರೂಪುರೇಷೆಯವರು ಇಂಥವರು ಇನ್ನು ಸಮಾಜಕ್ಕೆ ಹೆಚ್ಚು ಜನ ಬೇಕಾಗ್ತಾರೆ. ನಮ್ಮ ದೇಶಕ್ಕಾಗಿ, ಸಮಾಜಕ್ಕಾಗಿ ದುಡಿಯೋರು. ಇವರಿಗೊಂದು ನಮ್ಮ ಪರವಾಗಿ ಈಶ್ವರಮಂಗಲದ ನಟಣಿಮೂರು ಗ್ರಾಮದ ಪಂಚಾಯತ್ ಹಾಗೂ PW ವತಿಯಿಂದ ಹೃದಯದ ಧನ್ಯವಾದವನ್ನು ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛೆ ಪಡುತ್ತೇನೆ.
ದೇವರು ನಮಗೆ ಮತ್ತು ನಿಮಗೆ ಎಲ್ಲರಿಗೂ ಒಳ್ಳೇದು ಮಾಡಲಿ ಅಂತ ಇವತ್ತು ಈಗ ಮುಗಿಸ್ತೇವೆ. ಥ್ಯಾಂಕ್ ಯು ವೆರಿ ಮಚ್ ಎಲ್ಲರಿಗೂ 3 ಜನರಿಗೂ. ನಿಮ್ಮ ಹೆಸರಾಗೆ? ನನ್ನ ಸಲ್ಮಾನ್ ಬೆಸ್ಟ್ ಆಫ್ ಲಕ್ ಎಲ್ಲರಿಗೂ. ആയിട്ടാ താങ്ക് യു വെരി മച്ച്. ಖುಷಿ ಆಯ್ತು ಮಾತಾಡಿ. ഈ ഒരു പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരാൾ വന്നു നമ്മുടെ അടുത്തേക്ക് അല്ലേ? അതായത് ഇപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു. അതായത് കുറെ മുണ്ടിട്ടൊക്കെ പോയി. ഇപ്പൊ ആ വീഡിയോ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അത് ഫുൾ കണ്ണെടുത്തില്ല, നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. ബട്ട് മനസ്സിലാക്കാം. അയാൾ നെറ്റിച്ചിട്ട് മുണ്ടി ഞങ്ങൾ അതൊന്നും നെരിച്ചിട്ടില്ല. എക്സ്പെക്ടേ ആക്കിയിട്ടില്ല വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ മുണ്ട് നിൽച്ചല്ലോ. അയാൾ മുണ്ടി നമ്മളെ മനസ്സിക്ക് തട്ടി അങ്ങനത്തെ ബിസി മുണ്ടിനെ നമ്മ ഈ ഒരു വെയിലെത്തി ഇത്ര പണിയെടുത്തതിൽ ഒരു നല്ലൊരു ഇത് സന്തോഷമായില്ലെങ്കിൽ അയാൾ വന്നിട്ട് അങ്ങനെ മുണ്ടിയത്. ഗൈസ് ഇനി നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഇപ്പൊ ഇവിടെ ഇങ്ങനെ കൈ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തിന്റെ പേരെന്ത്? വെളിച്ചടവും. അപ്പോൾ വെളിച്ചടവിൽ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടോളി. അപ്പൊ വീടുള്ള കൊണ്ട് നോക്കി ഫസ്റ്റ് ടൈം ഇത്ര കൊണ്ടുവണ്ടേ മണ്ണോട് ഇത് ഇവിടത്തേക്ക് ഞാൻ മെയിൻ ആയിട്ട് വന്നതാവാ ഇതില് അനുഭവിച്ചിന്, അതായത് കൊണ്ടാണ് ഇങ്ങോട്ടേ വന്നത്. അപ്പൊ ഇവിടെ കുറച്ചോ മണ്ണ് മതിയല്ല, കുറെ ജാസ്തി ഇവിടെ ആൾക്കാർ മുന്നേ മണ്ണിട്ടിന്. സോ അത് മയക്ക് പോയിന് അങ്ങനെ. ഫസ്റ്റ് ഞമ്മ ഇപ്പൊ റെഡി ആക്കുന്നു. മയക്കും പോകും ചില. അങ്ങനെ ഇവിടുത്തെ റോഡ് നമ്മൾ ഫിനിഷ് ആക്കി, നമ്മളെ ചലഞ്ചും അക്സെപ്റ്റ് ആക്കി. അങ്ങനെ ഞങ്ങള് ചാലഞ്ച് കഴിഞ്ഞ് അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ കൊറേ ഇപ്പൊ 4-5 കുണ്ടൊക്കെ ക്ലിയർ ആക്കി. കയ്യെല്ലാം നോക്കതാ, കയ്യിൽ ഫുള്ള് തേമ്പ് വന്നിന്. പൊരല് പണിയെടുക്കാത്ത അല്ല കാട്ടിന് അധ്വാനത്തിന് നമ്മളെ റോഡ് നമ്മൾ ഒന്ന് സേഫ് ആക്കിന്. അപ്പൊ കാണിച്ചു കൊണ്ടുപോയി. ഓക്കെ ഓക്കെ നമ്മൾ വീഡിയോ കാണിച്ചു. ഫുൾ ടയർഡാ, ഫുൾ ടയർഡ്. ഗൈസ് അങ്ങനെ എല്ലാ പണിയൊക്കെ തീർന്നു. അപ്പോൾ പണിച്ചെല്ലാം എല്ലാ സോഷ്യൽ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു 4 പ്ലേസൊക്കെ മണ്ണിട്ട്, പിന്നെ ഒരു പ്ലേസിൽ ഇടാൻ കഴിയില്ല, ചിലങ്ങാടെ മണ്ണില്ല അതിനുണ്ട്. അപ്പോൾ ഇപ്പോൾ സൽമാനൊക്കെ പുറക്കൊക്കെ ആക്കി അങ്ങനെ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാം. നാളത്തെ വീഡിയോ ആണ്. ബൈ.